നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരിക്ക് വകവെക്കാതെ നെയ്മർ ഇന്ന് കളിക്കളത്തിലിറങ്ങും. ബ്രസീലിയൻ മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് സാന്റോസും സ്പോർട്ടും തമ്മിൽ ബ്രസീലിയറോ സീരിയയിൽ മത്സരമുണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ 6 മണിക്കാണ് ആ കളി നടക്കുന്നത്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെയും അദ്ദേഹം ട്രെയിനിങ്ങിൽ പങ്കെടുത്തിരുന്നു. പരിക്ക് കാരണം അദ്ദേഹത്തെ കളിപ്പിക്കണ്ട എന്ന് തന്നെയാണ് സാന്റോസിൻ്റെ ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ അത് നെയ്മർ തള്ളിക്കളയുന്നു. അദ്ദേഹം ഇന്നലെ പൂർണ്ണമായിട്ടും ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. മാത്രമല്ല സ്റ്റാർട്ടിംഗ് ലൈനപ്പ് അത് പരീക്ഷിക്കുമല്ലോ ട്രെയിനിങ് സെഷനിൽ. അതിൽ നെയ്മർ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കളിക്കുമെന്ന് മാത്രമല്ല അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് സൂചന. ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളില്ലെങ്കിൽ, അതായത് ഇപ്പോഴുള്ള പരിക്ക് അവിടെയുണ്ട്, അത് കൂടുതൽ വഷളാവുന്നില്ലെങ്കിൽ നെയ്മർ ഇന്ന് കളിക്കും എന്ന് തന്നെയാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഗ്ലോബോയും യുഒയിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. നെയ്മർ ട്രെയിനിങ് നടത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല സാന്റോസിൻ്റെ സ്ക്വാഡിൽ അദ്ദേഹം ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം സ്റ്റാർട്ടേഴ്സിൻ്റെ കൂടെയാണ് ട്രെയിനിങ് നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ദിവസം പുതിയ ടെസ്റ്റുകൾ കൂടി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നടത്തും. 10 നമ്പർ താരം ഇപ്പം കോച്ചിന് അവൈലബിൾ ആണ് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ കളിയുടെ ദിവസം, അതായത് ഇന്ന് വീണ്ടും അദ്ദേഹത്തെ ഒന്നുകൂടെ ടെസ്റ്റിന് വിധേയനാക്കും. കണ്ടീഷൻസ് മോശമാവുകയാണെങ്കിൽ, പരിക്ക് വഷളാവുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം കളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ ആഴ്ച നെയ്മർ ജൂനിയറുടെ മെനിസ്കസ് ഇഞ്ചുറി, ലെഫ്റ്റ് നീയുടെ മെനിസ്കസ് ഇഞ്ചുറി കൺഫേം ചെയ്തതാണ്. 2025 ഇനി കളിക്കണ്ട എന്നുള്ള റെക്കമെൻഡേഷൻസ്, അഡ്വൈസ് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചതുമാണ്. പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് താരമിത ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു. ഇതാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. സോ നെയ്മർ വലിയൊരു റിസ്ക്കാണ് എടുക്കുന്നത്. പരിക്ക് വഷളായി കഴിഞ്ഞാൽ കൂടുതൽ നാളുകൾ പുറത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. പക്ഷെ അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം കളിക്കാൻ തയ്യാറാവുകയാണ്. കാൽമുട്ടിൽ ഇപ്പോഴും ചെറിയ സ്വെല്ലിംഗ് ഉണ്ട്, പക്ഷേ വേദനയില്ല എന്നാണ് ഒലയടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നെയ്മർ ഒരു വാരിയറാണെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. കാരണം സാന്റോസ് 35 കളികൾ 38 പോയിന്റുമായിട്ട് റെലഗേഷൻ സോണിലാണ്. അവിടെ നിന്ന് ടീമിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഈ റിസ്ക് എടുക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.